ഓം ശ്രീ രാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭരതൻ്റെ വിലാപം. കുട്ടികളെ, ഇന്ന് ഭരതൻ കേകയ രാജ്യത്ത് നിന്ന് എത്തുന്നതും ഭരതൻ്റെ ദുഃഖത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അയോധ്യയിൽ ദശരഥൻ രാമ, ലക്ഷ്മണ, സീതേ എന്ന് വിളിച്ചുകൊണ്ട് മരണമടഞ്ഞു. ഇത് കണ്ട അന്തഃപുര സ്ത്രീകൾ വാവിട്ട് കരഞ്ഞു തുടങ്ങി. കരച്ചിൽ കേട്ട വസിഷ്ഠമുനി പെട്ടെന്ന് വന്ന് പരിഭ്രമത്തോടെ മഹാരാജാവിൻ്റെ ശരീരം എണ്ണത്തോണിയിലാക്കണമെന്ന് പറഞ്ഞിട്ട് ദൂതന്മാരെ ഭരതശത്രുഘ്നന്മാരെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ദൂതൻ്റെ വാക്ക് കേട്ട കേകയ രാജാവ് കുട്ടികളെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അച്ഛനോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും ആപത്ത് വന്നിരിക്കുമോ എന്ന് കുട്ടികൾ മനസ്സിൽ വിചാരിച്ചു. കൊട്ടാരത്തിലെത്തിയ കുട്ടികൾ നിശബ്ദവും ഐശ്വര്യവുമില്ലാത്തതുമായ രാജധാനിയാണ് കണ്ടത്. കുട്ടികളെ കണ്ട കൈകേയി ഓടി വന്ന് മകനെ ഗാഠാലിംഗനം ചെയ്ത് ചുംബിച്ചു. എൻ്റെ കൊട്ടാരത്തിൽ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാതെ അച്ഛനെവിടെ? അച്ഛനെ കാണാൻ വലിയ വിഷമമുണ്ട്. അച്ഛനെ എപ്പോഴും അമ്മയുടെ അന്തഃപുരത്തിലാണല്ലോ കാണാറ്. ജ്യേഷ്ഠനും അനുജനും ഇവിടെ പോയി? എൻ്റെ മനസ്സിൽ ദുഃഖവും ഭയവും വർദ്ധിക്കുന്നു. ഭരതൻ്റെ വാക്കുകൾ കേട്ട കൈകേയി പറഞ്ഞു, എൻ്റെ മകന് ദുഃഖമുണ്ടാകാൻ ഒരു അവകാശവുമില്ല. നിൻ്റെ ആഗ്രഹമെല്ലാം ഞാൻ സാധിച്ചിരിക്കുന്നു. അശ്വമേധ യാഗം നടത്തി ലോകമെങ്ങും കീർത്തി പരത്തിയ നിൻ്റെ പിതാവ് സ്വർഗം പ്രാപിച്ചു. ഇത് കേട്ടപ്പോൾ ഭരതൻ ഭൂമിയിൽ വീണ് കരയാൻ തുടങ്ങി. അച്ഛൻ മരിച്ച നേരത്തെ ഒന്നും പറഞ്ഞില്ലയോ എന്ന് ഭരതൻ ചോദിച്ചു. രാമ രാമ, ലക്ഷ്മണ, സീത എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് മരിച്ചതെന്ന് കൈകേയി പറഞ്ഞു. അവരാരും അടുത്തില്ലായിരുന്നോ എന്ന് ഭരതൻ ചോദിച്ചു. അപ്പോൾ കൈകേയി പറഞ്ഞു, രാജാവ് ശ്രീരാമന് രാജ്യാഭിഷേകം നടത്താൻ തയ്യാറാകുന്നത് കണ്ട് എൻ്റെ മകനെ യുവരാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കി. രാജാവ് പണ്ട് 2 വരങ്ങൾ എനിക്ക് തന്നിരുന്നു. അത് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. ഒന്ന്, നിന്നെ യുവരാജാവായി വാഴിക്കണമെന്നും 2, ശ്രീരാമൻ 14 വർഷം വനവാസം നടത്തണമെന്നും പറഞ്ഞു. അതുകൊണ്ട് സത്യസന്ധനായ രാജാവ് നിനക്ക് രാജ്യം തന്നു. രാമനെ വനത്തിലേക്കും അയച്ചു. രാമനോടൊപ്പം ലക്ഷ്മണനും പതിവ്രതയായ സീതാദേവിയും പോയി. നീ ദുഃഖിക്കേണ്ട, ചാബല്യം കളഞ്ഞ് രാജ്യം ഭരിക്കാനും കൈകേയി പറഞ്ഞു. ഇത് കേട്ട ഭരതൻ കോപിച്ച് ചാടി എണീറ്റ് പറഞ്ഞു, ഭർത്താവിനെ കൊന്ന പാപി, മഹാഭയങ്കരി, നാണം കെട്ടവളെ, രാക്ഷസി, മഹാപാപിയായ ഞാൻ നിന്റെ വയറ്റിൽ പിറന്നല്ലോ. ഞാൻ വിഷം കുടിച്ചിട്ടോ തീയിൽ ചാടിയിട്ടോ ഏതെങ്കിലും വിധത്തിൽ മരിക്കും. നീ നരകത്തിൽ പതിക്കും. ഇങ്ങനെയൊക്കെ നിന്ദിച്ച് പറഞ്ഞിട്ട് സങ്കടത്തോടെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് പോയി. കാൽക്കൽ നമസ്കരിച്ച ഭരതനെ കൗസല്യ ആലിംഗനം ചെയ്തിട്ട്, എൻ്റെയും മകനായ നീ ദൂരെ ആയി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും എന്നെ ദുഃഖസമുദ്രത്തിൽ താഴ്ത്തിയിട്ട് അവർ മരവുരിയും ജടയും ധരിച്ച് കാട്ടിൽ പോയെന്നും പറഞ്ഞു. ഭഗവാൻ എൻ്റെ മകനായി വന്നിട്ട് ഒരിക്കലും ദുഃഖം എന്നെ കൈവിടുന്നില്ല. ഓരോന്ന് പറഞ്ഞ് കരയുന്ന കൗസല്യയെ ഭരതൻ സമാധാനിപ്പിച്ചു. കൈകേയി മാതാവ് ചെയ്തതൊന്നും ശ്രീരാമനാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ബ്രഹ്മഹത്യാ പാപം ചെയ്തുണ്ടായ പാപത്തെ ഞാൻ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഭരതൻ കരയാൻ തുടങ്ങി. അപ്പോൾ നിനക്ക് യാതൊരു ദോഷവും ഉണ്ടാകത്തില്ല എന്നും കൗസല്യ പറഞ്ഞു. എന്നിട്ട് കൗസല്യ മകനെ പുണർന്നിട്ട് ചുംബിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരുന്ന ആൾക്കാർ വാവിട്ട് കരഞ്ഞു. വസിഷ്ഠൻ അവിടെ എത്തി ഭരതനെ ഓരോന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ട് അച്ഛൻ്റെ ശേഷക്രിയകളെല്ലാം നടത്താൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ശരീരം എണ്ണത്തോണിയിൽ നിന്നും പുറത്തെടുത്ത് കുളിപ്പിച്ച് പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണമഞ്ചത്തിൽ കിടത്തി. വസിഷ്ഠൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭരതശത്രുഘ്നന്മാർ സംസ്കാര കർമ്മം നടത്തി. 12-ാം ദിവസം പിതൃബലിയും തിലോദകവും പിണ്ടകർമ്മങ്ങളുമെല്ലാം നടത്തിയിട്ട് ബ്രാഹ്മണർക്ക് ദാനകർമ്മങ്ങളും ചെയ്ത് അനുഗ്രഹം നേടി. ഭരതൻ അന്ന് രാമനെ ചിന്തിച്ച് ദുഃഖത്തോടെ കഴിഞ്ഞു. അടുത്ത ദിവസം വസിഷ്ഠൻ ഭരതൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുമാര, രാജ്യം ഇപ്പോൾ അരാജകമായിരിക്കുകയാണ്. പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുമാരൻ പട്ടാഭിഷേകം നടത്തി രാജാവാകണം. രാജ്യഭരണം എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണം. പട്ടാഭിഷേകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇത് കേട്ട ഭരതൻ പറഞ്ഞു,
ഗുരുഭൂതനായ മഹർഷി, എന്തിനാണ് പട്ടാഭിഷേകം നടത്തുന്നത്? രാജ്യം കൊണ്ട് എനിക്ക് എന്ത് ഫലമാണുള്ളത്? രാജകിരീടം ചൂടേണ്ടത് എൻ്റെ ജ്യേഷ്ഠനാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ മാത്രമാണ്. അതുകൊണ്ട് നാളെ രാവിലെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ്. ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം നടത്താമെന്നും പറഞ്ഞു. കുട്ടികളെ, ഭരതൻ്റെ ജ്യേഷ്ഠനോടുള്ള ഭക്തി സ്നേഹവും രാജ്യത്തേക്കാൾ വലുതാണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഭരതൻ്റെ യാത്രയെക്കുറിച്ച് പറയാം. നിർത്തട്ടെ. ഹരി ഓം തത്സത്.